PM-ശ്രീ പദ്ധതിയിൽ CPM-നോട് ഇടഞ്ഞ CPI-യും RJD-യും പദ്ധതിയിൽ ഒപ്പിട്ടതിൽ CPI-ക്കുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് മുഖ്യമന്ത്രിയെ അറിയിക്കാനാണ് തീരുമാനം. CPI-യുടെ വിയോജിപ്പ് മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കും. CPM മുന്നണി മര്യാദ ലംഘിച്ചു എന്ന വികാരമാണ് CPI-ക്കുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. NEP അതുപോലെ PMCയെ CPI ന്യായമായ കാരണങ്ങളാൽ ശക്തിയുക്ത എതിർക്കുന്നു. അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നിലപാട് തന്നെയാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നടന്നിരിക്കുന്ന ഈ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന ഒരു ശ്രദ്ധേയമായ വാചകമാണ്. അതിനപ്പുറവും ഇപ്പുറവും ഇപ്പൊ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പദ്ധതിയിൽ ഒപ്പിട്ട സാഹചര്യം വിശദീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കിരൺ ബാബു, കടുപ്പത്തിലാണോ CPI-യുടെ നിലപാട് മുന്നണിയിൽ? എന്തോ അങ്ങനെ തന്നെയാണ്. CPI സംബന്ധിച്ച് ഇത് അഭിമാന പ്രശ്നം കൂടിയാണ്, നയപരമായ ഒരു വിഷയം കൂടിയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക എന്നാൽ അത് കാവ്യവൽക്കരണമാണ്. അത് വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണത്തിനെതിരെ CPM-ഉം CPI-യും ദേശീയ തലത്തിലടക്കം തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അത്തരം നയപരമായ തീരുമാനമുള്ളതാണ്. അതിനെ മറികടന്നുകൊണ്ടുള്ളൊരു നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ള വാദമാണ് CPI ഉന്നയിക്കുന്നത്. 2022 സെപ്റ്റംബർ 7-നാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം പലതവണ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ CPM ആലോചിച്ചിരുന്നു, സർക്കാർ ആലോചിച്ചിരുന്നു. കാരണം വലിയ ഫണ്ടാണ് വരാൻ പോകുന്നത്. ഏകദേശം 1400-1500 കോടി രൂപയോളം ലഭിക്കേണ്ട തുകയാണ്. ഈ തുക നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കേരള സർക്കാരിൻ്റെ പ്രയാസവും സാമ്പത്തിക ഞെരുക്കവുമൊക്കെയാണ് പ്രധാനമായും CPM മുന്നിൽ കാണുന്നത്. ഇനി ഇലക്ഷൻ വർഷത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് വലിയൊരു തുക ഫണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ ബ്ലോക്കിലെയും 2 സ്കൂളുകൾ വീതം അവരുടെ വികസനത്തിന് ഒരു വർഷം 1 കോടി രൂപ വീതമാണ് അനുവദിക്കുക. 1,17 ലക്ഷത്തോളം രൂപയാണ് അനുവദിക്കുന്നത്. അതിൽ ഏകദേശം 60% തുകയും അനുവദിക്കുന്നത് 70-75 ലക്ഷത്തോളം രൂപയും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ ഒരു തുക ലക്ഷ്യമിട്ട് നടപ്പാക്കാവുന്ന വികസന പദ്ധതികൾ ലക്ഷ്യമിട്ടുകൂടെയാണ് കേരളത്തിൽ CPM അങ്ങനെ ഒരു നയത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് SSK വഴിയാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലെ നയം അടക്കമുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളടക്കം നടപ്പാക്കുന്നത്. SSKയുടെ ഫണ്ടിലടക്കം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാനടക്കം, അധ്യാപകർക്കടക്കം ശമ്പളം, ട്രെയിനർമാർക്കടക്കം ശമ്പളം കൊടുക്കാനടക്കം പ്രയാസം നേരിടുകയും പലപ്പോഴും വൈകി ശമ്പളം കൊടുക്കുന്ന അവസ്ഥയൊക്കെ വരുന്നു. വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് CPM ഇതിനെ കാണുന്നത്. പക്ഷേ CPI അതിനെ കാണുന്നത് മറ്റു രീതിയിലാണ്. ഇത് നയപരമായൊരു വിഷയമാണ്. ഈ PM-ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ സ്വാഭാവികമായും അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP നടപ്പാക്കേണ്ടി വരും. NEP-യെ CPM-ഉം CPI-യും ശക്തമായി എതിർക്കുന്നതാണ്. CPM കേന്ദ്ര കമ്മിറ്റി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന ഒരു പദ്ധതി 1400-1500 കോടി രൂപയ്ക്ക് വേണ്ടി കേരളം സ്വീകരിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല CPI പരസ്യമായി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുകയും നേരത്തെയും CPI അങ്ങനെ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും വി ശിവൻകുട്ടിയുമായി ചെറിയ രീതിയിലൊക്കെ ആ വാക്കുതർക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ആ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം മന്ത്രിസഭയിൽ ഉന്നയിച്ചപ്പോൾ അങ്ങനെ തർക്കമുണ്ടെങ്കിൽ അത് പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അത് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട് കൂടി ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്നതായിരുന്നു CPI-യുടെ ധാരണ. എന്നാൽ ആ ധാരണയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും പദ്ധതിയിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നത്. മന്ത്രിസഭ ചർച്ച ചെയ്യാതെ നയപരമായ സുപ്രധാനമായ ഒരു വിഷയം, അതും വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെടുത്തിയ ഒരു വിഷയം വരുമ്പോൾ അതിൽ മന്ത്രിസഭയുടെ ചർച്ചയോ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ മുന്നണി ചർച്ചകളോ ഒക്കെ ആവശ്യമാണ്. അത്തരം ചർച്ചകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ CPM ഏകപക്ഷീയമായ തീരുമാനം എടുത്തു എന്നുള്ളതാണ് CPI-യെ സംബന്ധിച്ച് വലിയ പരാതി. അത് പരാതിക്കപ്പുറത്തേക്ക് ഇതൊരു ആത്മാഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുന്നു. കാരണം CPI സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഇത് അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. CPM നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണ് CPI-യുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നിലപാടെടുക്കുക? ഒരു ഒത്തുതീർപ്പിനെയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു ധാരണയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു പരസ്യമായ ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിലേക്കാണ്. അങ്ങനെയാണ് ഇന്നോൾ അടിയന്തരമായി CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ ബിനോയ് വിശ്വവുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ പറഞ്ഞതാണ് പാർട്ടിയുടെ നിലപാട്, ഇനി അതിൽ കടുത്ത നിലപാടുണ്ടോ എന്നുള്ള കാര്യം സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിക്കും. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട് ആ നിലപാട് വ്യക്തമാക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി, ആ കക്ഷിയുടെ പരസ്യമായ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒന്നാമത്തെ കക്ഷി CPM ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിനെതിരെ എങ്ങനെയെല്ലാം പ്രതിഷേധിക്കും? സ്വാഭാവികമായും പ്രതിഷേധിക്കേണ്ടി വരും. അത് ഇനി ഒരു നിമിഷം, ശ്രീ K അനിൽകുമാർ CPM നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അനിൽകുമാർ, ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി NEP ദേശീയ വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കേണ്ടി വരില്ലേ? ഇതിനെ എതിർത്തതല്ലേ ഒരു ഘട്ടത്തിൽ കേരളം? ഒരിക്കലുമില്ല.
ഒന്നാമത്തെ PMC എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മാത്രം നടപ്പാക്കേണ്ടതാണ്. അത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി താല്പര്യമുള്ള കുട്ടികൾ മാത്രം അവിടെ പോയാൽ മതി. അവിടെ പിള്ളേരെ കൊണ്ട് കൊടുക്കുന്ന ഉത്തരവാദിത്വമൊന്നും കേരള സർക്കാർ ആരോടും ഏറ്റെടുത്തിട്ടില്ല. കേരള സർക്കാരിന്റെ വിദ്യാലയങ്ങൾ ഏറ്റവും മാതൃകാപരമായി കേരളത്തിൽ നടക്കും. അതിനാവശ്യമായ ഫണ്ട് കൂടി തടയുക എന്നുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച നയം. അവരോട് എന്ത് ചെയ്യാൻ ബാധ്യപ്പെട്ട സർക്കാർ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ പുതിയ ഖനിയിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഒരു അടവുപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് നമ്മൾ തിരിച്ച് ലഭ്യമാക്കി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചിരിക്കുകയാണ്. അനിൽകുമാർ, ശരി. അത് പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, NEP-യുടെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി നടപ്പാക്കണമെന്നല്ലേ ധാരണാപത്രത്തിലെ ആദ്യ വ്യവസ്ഥ തന്നെ? ആ വ്യവസ്ഥ നടപ്പാക്കാതെ എങ്ങനെ ഫണ്ട് വരുമെന്നാണ്? തെറ്റാണ്. NEP നടപ്പാക്കേണ്ടത് ആ ഷോക്കേസ് എന്ന് പറഞ്ഞ ആ വിദ്യാലയങ്ങൾ മാത്രമാണ്. PMC വിദ്യാലയങ്ങളിൽ മാത്രമാണ് ഷോക്കേസ് എന്നതിലേക്ക് നടപ്പാക്കണമെന്നാണ്. ശ്രീ അനിൽകുമാറിന്റെ ടെലിഫോൺ ലൈനിൽ വ്യക്തത വരുന്നില്ല. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഇത് തന്നെയാണ് പ്രശ്നം. ഈ NEP-യെ എതിർത്ത് 2021 എതിർപ്പ് അറിയിച്ചതാണ് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ. പ്രത്യേക സമിതിയെ നിയോഗിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അതിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യമില്ല. NEP അത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്നല്ലേ മതിയാകൂ. ഇപ്പോൾ അനിൽകുമാർ സൂചിപ്പിച്ച പോലെ അനിൽകുമാർ മടങ്ങിയെത്തിയിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞത് അതിലൊരു വ്യക്തത, ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു വോയിസിൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു തെരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് കുട്ടികളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യമില്ല എന്നൊക്കെ. പക്ഷേ ഈ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ആ പാഠ്യപദ്ധതി നടപ്പാക്കാതെ എങ്ങനെയാണ് ഫണ്ട് വരിക? എങ്ങനെ കുട്ടികളില്ലാതെ അത് ഈ പറയുന്ന ഫണ്ടിന് വേണ്ടിയാണ്, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വാദം ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? ആ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടെന്ന് പറയുന്നത് നാമമാത്രമാണ്. 90 കോടി രൂപയാണ് ഒരു കൊല്ലം അതിന് ഫണ്ട്. ആ ഫണ്ട് കേരളത്തിന് ആവശ്യമില്ല. പക്ഷെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട മറ്റു വിദ്യാലയങ്ങളിൽ ചെലവഴിക്കേണ്ട ഫണ്ടുണ്ട്. ആ ഫണ്ട് കൂടി തടഞ്ഞു വെച്ചു. അത് കേന്ദ്ര സർക്കാരിന്റെ അതൊരു കെണിയാണ്. ആ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കേരളം തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പൊ ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. 6 മാസക്കാലം കൂടെ കേരള സർക്കാരിനുണ്ട്. ഈ കാലാവധി ഉപയോഗിച്ച് ഈ ഫലപ്രദമായി ഇപ്പോഴത്തെ പദ്ധതി പൂർത്തിയാക്കുകയും ഇവിടുത്തെ വിദ്യാലയങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരായി ഇപ്പൊ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസുണ്ട്, ഭരണഘടനാ ബെഞ്ച്. ആ ബെഞ്ചിൽ കൊടുത്ത കേസിനകത്ത് ഈ വിഷയം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായി ഇത് കൈകാര്യം ചെയ്യാനാകുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഞങ്ങൾ നൽകിയ കേസ് അത് കൈകാര്യം ചെയ്യുന്നതിനുണ്ടായ പ്രശ്നമാണ് ഇത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാക്കിയത്. അപ്പോൾ സുപ്രീം കോടതി ആ കേസ് ഏറ്റവും വേഗം കൈകാര്യം ചെയ്യുന്നതോടെ ഇടതുപക്ഷ ലോകത്തിനുള്ള സർക്കാരിന് ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാനാകും എന്നാണ് CPM കാണുന്നത്. അല്ല ശ്രീ അനിൽകുമാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആ ഫണ്ട് ആവശ്യമില്ല. പക്ഷെ ഈ പറയുന്ന 1400 കോടി രൂപ അത് PMC പദ്ധതിയുടെ ഭാഗമായി വരുന്നതല്ലേ? അല്ലല്ല, അവിടെയാണ് നിങ്ങൾക്കും പറ്റിയത്. SSAക്ക് വേണ്ടി അല്ലെ SSKക്ക് വേണ്ടി എല്ലാ വർഷവും 1500 കോടി രൂപ നമുക്ക് ഫണ്ട് കിട്ടേണ്ടതാണ്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി സ്വാഭാവികമായും കിട്ടിക്കൊണ്ടിരുന്നതാണ്. PMCക്ക് വേണ്ടി 80-90 കോടി രൂപ ഒരു വർഷം കിട്ടാൻ പോകുന്നുള്ളൂ. PMC നടപ്പാക്കാത്തത് കൊണ്ട് മറ്റേ ഫണ്ട് കൂടി തടഞ്ഞു. അപ്പൊ മറ്റേ ഫണ്ട് കൂടി തടഞ്ഞ പുതിയൊരു തന്ത്രം കേന്ദ്രം സ്വീകരിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ തിരിച്ച് ഒരു ചെക്ക് അങ്ങോട്ട് വെച്ചു. ഞങ്ങൾ തൽക്കാലം ഒപ്പിട്ടിട്ട അത് പണം വാങ്ങിയെടുക്കാൻ. എന്നൊരു PMC സ്കൂൾ ബോണ്ടും വെച്ച് അവിടെ ഇരിക്കും. ഇരിക്കുന്ന സ്കൂളിൽ പിള്ളേരെ കൊണ്ടിരുന്ന ഉത്തരവാദിത്തം കേന്ദ്രം നടപ്പാക്കുമോ? നമുക്ക് കാണാം. കേരളത്തിലായി ചെയ്യേണ്ടത് ഇതൊക്കെ നടപ്പാക്കാനുള്ള തന്റെ ഇടമൊക്കെ കേരളത്തിലെ LDF സർക്കാരിനുണ്ട്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പിന്നെ എന്തുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ അങ്ങനെയാണെങ്കിൽ CPI ഇതിൽ കൺവിൻസ്ഡ് ആവാത്തത്?